പാർട്ടിക്കുള്ളിൽ പാർട്ടിക്കൊറ്റ അഭിപ്രായമേ ഉള്ളൂ. പാർട്ടി വീണ ജോർജിനോടൊപ്പമാണ്. വീണ ജോർജിനെ കായികമായി നേരിടാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെൻറ് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടി രംഗത്തിറങ്ങും, ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കും, ഒരു തർക്കവും അതിനകത്തില്ല. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇതൊരു കലാപ ആഹ്വാനം നടത്തുന്നത് പോലെയാണ് ഇന്നലെ ഉൾപ്പെടെ പത്തനംതിട്ടയിലെ കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതേത് ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോണത്? അതുകൊണ്ടാണ് അതുകൊണ്ട് ആ നിലയിലേക്ക് പോകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പാർട്ടിക്കുള്ളിൽ ഒരഭിപ്രായം. ജോൺസൺ നമ്മുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ദീർഘനാൾ പാർട്ടിയിലില്ല. നേരത്തെ SFIയുടെ ഭാരവാഹിയായിരുന്നു, പിന്നെ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ മടങ്ങി വന്നപ്പോൾ നമ്മൾ ലോക്കൽ കമ്മിറ്റിയിലേക്ക് നമ്മൾ സ്ഥാനം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 ദിവസത്തെ സാവകാശമാണ് അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്. നടപടി ഉണ്ടാവും, അതിനകത്തുനിന്ന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ നിലയിൽ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി ആർക്കും തന്നെ പോകാൻ കഴിയുന്നൊരു കാര്യമല്ല. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പാർട്ടിയാണ് അഭിപ്രായങ്ങൾ രൂപീകരിക്കേണ്ടത്. അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാവും, അത് ജില്ലാ കമ്മിറ്റിയാവും, അത് ഏരിയ കമ്മിറ്റിയാവും. അവരുടെ കമ്മിറ്റിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ കമ്മിറ്റിയിലാണ് അഭിപ്രായം പറയേണ്ടത്. അതെല്ലാ ജനാധിപത്യ അവകാശങ്ങളും CPMൻ്റെ അംഗങ്ങൾക്ക് പാർട്ടി നൽകുന്നുണ്ട്. ഏതഭിപ്രായം അവരുടെ ഘടകങ്ങളിൽ പറയാം, ഒരു തർക്കവുമില്ല. അത് പരസ്യമായി പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അച്ചടക്ക ലംഘനമാവും. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും പാർട്ടിയിൽ നിന്ന് പോകേണ്ട അവസ്ഥ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിക്ക് നഷ്ടമല്ല, അത് അച്ചടക്കത്തിൻ്റെ ഭാഗം തന്നെയാണ്.